യേശു കർത്താവിന്റെ പരിശുദ്ധ നാമമായിട്ട് മകളെ ഇന്നത്തെ ചിന്തയ്ക്കായി ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 20 മുതൽ 24 വാക്യങ്ങൾ ശുഭാപ്രാരംഭമായി വായിക്കുന്നതായിരിക്കും. എല്ലാവരും ശ്രദ്ധയോടെയായിരിക്കുക. അങ്ങനെ അവൻ എഴുന്നേറ്റ് അവന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സറിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഒരു മകൻ വരികയാണ്. അവന്റെ മരങ്ങൾ കണ്ട് അപ്പൻ ദൂരത്തു നിന്ന് തന്നെ അവനെ കണ്ടപ്പോൾ ഓടി അങ്ങോട്ട് ചെല്ലുകയാണ്. ചെതല കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അവൻ അവനോട് ഞാൻ സ്വർഗ്ഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന വിളിപ്പേരിൽ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. എപ്പോഴാ പറഞ്ഞേ? അവൻ നശിച്ച് തകർന്ന് തരിപ്പണമായപ്പോൾ അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരു നേരത്തെ ആഹാരത്തിന് ഞാനിവിടെ കഷ്ടപ്പെടുകയാണ്. എല്ലാം നശിച്ചു, എല്ലാം തകർന്ന് തരിപ്പണമായി. കാശുണ്ടായിരുന്നപ്പോൾ കയ്യിൽ പോക്കറ്റ് നിറഞ്ഞിരുന്നപ്പോൾ കൂട്ടുകാരികളും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒന്നുമില്ലാത്തപ്പോൾ എനിക്കൊന്നുമില്ല കൂട്ട്. ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ വിശന്ന് പൊരിഞ്ഞ് പ്രയാസപ്പെടുമ്പോൾ എന്റെ അപ്പന്റെ ഭവനത്തിലെ ദിവസം നടത്തിഞ്ഞ് ശേഷിപ്പിക്കുന്നു. ഞാനതൊരു ഭാവിയാണ്. ഈ വിശപ്പുകൊണ്ട് ഞാൻ അപ്പനെ കാര്യം പിടിച്ച് അപ്പനേറ്റുകൂടെ അപ്പൻ എന്നെ ഒരു താമസമെങ്കിലും അല്ലെങ്കിൽ വേണ്ടക്കാരനാണെങ്കിലും എന്നെ അവിടെ നിർത്തമായി അപേക്ഷിക്കും. ഒരു തീരുമാനമാണ്. പക്ഷേ ഇങ്ങനൊക്കെ തീരുമാനമെടുത്ത് വന്നവനെ ദൂരെ കണ്ടപ്പെടുക. പെരയ്ക്കകത്ത് പോയി തോക്കെടുത്തുന്നല്ല, മുറിക്കകത്ത് പോയി അപേക്ഷിച്ച് നിങ്ങളുടെ എതിരായ അപ്പനല്ല, അല്ലെങ്കിൽ മൂർച്ചയുള്ള സാധനം എടുത്ത് തുണ്ടമാക്കി മാറ്റുന്ന പറഞ്ഞ അപ്പനല്ല. വഴിത്തലക്കൽ തകർത്തു പറഞ്ഞ അപ്പനെ പറ്റിയല്ല ഞാൻ പഠിപ്പിക്കുന്നത്. സ്നേഹം കൊണ്ട് നിറയപ്പെട്ട ഒരപ്പൻ യേശുവിന്റെ ഭൂമിയിലൂടെ വെളിപ്പെടുത്തുകയാണ്. കൂടെ യഹൂദന്മാരോട് വെളിപ്പെടുത്തുകയാണ്. സ്നേഹം കൊണ്ട് നിറയപ്പെട്ട ഒരപ്പന്റെ ചിത്രം വെല്ലിന്റെ അടുത്തേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അപ്പൊ അവന്റെ ഏറ്റുപറച്ചിൽ അതിന് ശേഷമായി അല്ലേ 24 വാക്യങ്ങൾ. അപ്പൻ എന്താ പറഞ്ഞത്? ദാസന്മാരുടെ കൂട്ടത്തിൽ പോയി നീ പോയി ചെയ്തു, പണിയൊക്കെ ചെയ്തു, കൊണ്ടുവന്നിട്ട് നിനക്ക് ആഹാരം കൂടുതൽ എന്നാണ് പറഞ്ഞത്. ദാസന്മാര് പറയുകയാണ്. എന്തോ പറഞ്ഞേ? മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പി. ഇവിടെ നല്ല അങ്കിയില്ല, കീറിപ്പറഞ്ഞ വസ്ത്രം, ദേഹം മുഴുവൻ പാപത്തിന്റെ ദുഃഖങ്ങൾ വമിക്കുന്നു. അങ്ങനെ ഇവന്റെ ദേഹത്തേക്ക് മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് എന്റെ മകന്റെ ശൂന്യതകളെ, ഇല്ലായ്മകളെ, തിന്മകളെ മറ്റുള്ളവർ പറഞ്ഞ് അപഹസിക്കുവാൻ, പരിഹസിക്കുവാൻ ഇടവരാതിരിക്കേണ്ടതിന് മേൽത്തരമായ അങ്കി കൊണ്ട് അവനെ മൂടുക, അവനെ അണിയിക്കുക. എന്റെ മകൻ മറ്റുള്ളവരിൽ പരിഹാസമാത്രമായി നിൽക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. ഒരപ്പം പറയുന്ന വായിച്ചു. അവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും പഠിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പി ആനന്ദിക്കുക. അപ്പൊ ഈ അപ്പൻ ഇതുവരെയുള്ള പ്രയാസം എന്താ പറയുക? ഈ മകൻ വന്നപ്പോൾ അപ്പന്റെ ഹൃദയത്തെ എല്ലാ സന്തോഷമായി നാം ആനന്ദിക്കുക, സന്തോഷിക്കുക. സ്തോത്രം. അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുന്നതിന് വേണ്ടി 11 മുതൽ വയസ്സ്, 11 മുതൽ 20 വരെയുള്ള ഭാഗം മുതലുള്ള ഭാഗം ശുഭാർശം വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 11 മുതൽ 20 വരെയുള്ള ഭാഗം ശുഭാർശം വേഗം വായിച്ചാൽ. പിന്നെയാണ് പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ അപ്പനോട് അപ്പ വസ്തു എനിക്ക് തരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പങ്കിട്ട് കൊടുത്തു. ചോദിച്ചപ്പോൾ
ബാക്കിയുള്ളവനെ ചേർത്ത് പിടിച്ചൊരപ്പൻ, ചോദിച്ചത് കൊടുക്കുന്നൊരപ്പൻ, ചോദിച്ചത് പകർന്നു കൊടുത്തു. ഏറെ നാൾ കഴിയും മുമ്പേ ദൂരദേശത്തേക്ക് യാത്രയായി. പണമാക്കി അവൻ നേരെ യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. നാനാവിധമാക്കി കളഞ്ഞു. നാനാവിധമാക്കിയുള്ള ശ്രമത്തിനെ കളഞ്ഞു. എന്നാൽ ചിലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായി. അവന് മുട്ടു കണ്ണു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്ക്കാനായി. ഒരു വലിയ സമ്പന്നന്റെ മകൻ ഒരു വ്യക്തിയോട് എന്ന ആശ്രയം ചോദിക്കുക, പന്നിയെ മേയ്പ്പാൻ ഒരവസരം. പന്നി തിന്നുന്ന വാളകൾ കൊണ്ട് വയറ് നടക്കാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. ഈ ഒരു സാഹചര്യം ഇരുപത് വയസ്സ് അതിന്റെ 30-32 വയസ്സ്, അതിന്റെ 30 വേശ്യമാരോടുകൂടി നിന്റെ മുതൽ തിന്നിലുള്ള ഈ മകൻ വന്നപ്പോൾ പഠിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി നീ അതിനവൻ അവനോട്, മകനെ നീ എപ്പോഴും അപ്പന്റെ കൂടെ അനുസരണത്തോടെ നിന്ന് അപ്പൻ കൊടുത്ത കൽപ്പനകളെയും ഉപകൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണങ്ങളെയും എല്ലാം ശിരസ വഹിച്ച അപ്പനോടൊന്നും ചോദ്യം ചെയ്യാതിരുന്ന ഒരു മകൻ. ആ മകൻ പറയുക, ഇത്രയും കാലം കണ്ണടത്തെല്ലാം നിറയവൻ വന്നപ്പോൾ നീ ഇങ്ങനെയൊക്കെ ചെയ്തു. എന്റെ കൂട്ടുകാരോട് ആനന്ദിക്കേണ്ടത് ഇന്ന് വരെ നീ എനിക്ക് എന്തേലും തന്നിട്ടുണ്ട്. അവന്റെ മറുപടി, അപ്പന്റെ മറുപടി, മകനെ നീ എപ്പോഴും എന്റെ കൂടെ എനിക്കുള്ളതല്ല നിന്റേതാണ്. അപ്പന്റെ മനസ്സ് വ്യക്തമാക്കിയ നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കേട്ടോ, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അതിനെ സന്തോഷിക്കേണ്ടത് ആവശ്യമായതാണ് ഇപ്രകാരം ഒരു ഫീസ്റ്റ് നടത്താൻ ഇടയായത്. പക്ഷേ ഈ മകന് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ക്ഷണിക്കുന്നത് കണ്ടെന്നല്ലോ നിയമത്തിന്റെ അധീനതയിലാണ്. ചട്ടങ്ങളുടെയും പ്രമാണങ്ങളുടെയും അധീനതയിൽ ക്ഷണിക്കുന്ന എനിക്ക് മുടിയായ പുത്രന്റെ മടങ്ങി വരും ഇഷ്ടപ്പെടുന്നില്ല. അതിനകത്തേക്ക് മുടിയന്മാർ കയറി വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. മടങ്ങിപ്പോയവരെ ഇതിനകത്ത് ഇറങ്ങിപ്പോയവർ തിരിച്ചു വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് വാദിക്കുന്ന ആത്മമണ്ഡലത്തിന്റെ പ്രതീകം. എന്നാൽ ഈ പിത പറയുക, ഇവര് വന്നതുകൊണ്ട് എനിക്ക് ആനന്ദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാണാതെ പോലെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് അത്രേ ഞാൻ ആനന്ദിക്കുന്നത്. നീയും ആനന്ദിക്കുക. ഹല്ലേലൂയ. ഇതെന്താ ഇത്ര വലിയ പ്രസക്തം? ഇതൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതല്ലേ? എന്താ ഇതിന്റെ പശ്ചാത്തലം? അതുകൊണ്ട് ഇത് പറഞ്ഞ് ഞാൻ ഇന്നത്തെ ശുശ്രൂഷ വൈദ്യപ്പേണ്ടാക്കുകയാണ്. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്കുകൾ കൂടി യഹൂദന്മാരുടെ മുമ്പാകെ യേശു ഈ ഉപമ എന്തിനു പറഞ്ഞുവെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്നും ആത്മമണ്ഡലത്തിൽ ഹല്ലേലൂയ ചിലരൊക്കെ കടന്നു വരുന്നത് ഇഷ്ടപ്പെടാത്ത, ചിലരൊക്കെ ആത്മീയതയിലേക്ക് തിരിച്ചു വരുന്നത് ഇഷ്ടപ്പെടാത്ത വ്യക്തികൾക്കുള്ള മറുപടിയാണ്. ഓക്കെ, വായിച്ചാൽ അപ്പന്റെയോ അമ്മയുടെയോ വാക്ക് കേൾക്കാതെ അവർ ശാസിച്ചാലും അനുസരിക്കാതെ ഇരിക്കുന്ന മകൻ ഒരുത്തനുണ്ടെങ്കിൽ അപ്പനമ്മ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു മകൻ ഉണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ ശ്രദ്ധിച്ചു കേട്ടത് യഹൂദന്റെ നിയമമായി പറയുന്നത്. യഹൂദന്റെ നിയമത്തിൽ കുറ്റപ്പെടുന്ന ആത്മബന്ധത്തിലുള്ള മനസ്സിലാക്കേണ്ടതിന് എന്നും പ്രമാണങ്ങളെയും ചട്ടങ്ങളെയും ഉൾപ്പെടുത്തിക്കണമെന്ന് വാദിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്
ഒരു ഭാഗത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അടർത്തിയെടുത്ത് തരികയാണ്. കേട്ടോ, അങ്ങനെ ഒരു മകൻ ഉണ്ടെങ്കിൽ അമ്മയപ്പന്മാർ അവനെ പിടിച്ച് അമ്മയപ്പന്മാർ ഈ അനുസരിക്കാത്ത മകനെ എഴുതിയാണ് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി ഞങ്ങളുടെ ഈ മകൻ മനസ്സിരിയുമാണ് വാക്ക് കേൾക്കാത്തവരും ഇനിയും കുടിയനും കുടിച്ചും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനാണ് ഇവൻ. പട്ടണത്തിലെ യഹൂദ മൂപ്പന്മാരുടെ മുമ്പിൽ പ്രസ്താവിക്കണം. പിന്നെ അവന്റെ എല്ലാവരും അവനെ കല്ലെറിഞ്ഞ് അപ്പോഴേക്ക് കൊല്ലണം. എന്റെ യേശു മുന്നോട്ട് വെച്ച കൃപയുടെ മഹത്വമേറിയ വചനത്തെ മാറ്റിപ്പറയുന്ന സമൂഹങ്ങളെ നിങ്ങളോട് ദൂതാണ്. അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ഒരു തത്വം. ഈ തത്വത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന യഹൂദന്മാരുടെ മുമ്പിലാണ് യേശു ഉപമയോട് കൊടുക്കുന്നത്. ഈ ഉപമ മാത്രം പ്രസംഗിച്ചു പോകുന്ന ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ആവർത്തന പുസ്തകത്തിലെ ഈ ഭാഗം നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം. ഒന്ന് കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. പഴയ നിയമത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങളെ ഉറപ്പിക്കാനാണ് യേശു വന്നത്. അത് പുതിയൊന്ന് സ്ഥാപിക്കാനാണ്. പുതിയൊന്ന് സ്ഥാപിക്കണമെങ്കിൽ ചിലതിന് നിവർത്തീകരണം ഉണ്ടാകും. യേശു തന്റെ കാൽവറി മരണം കൊണ്ട് നല്ലൊരു അപ്പനെ വെളിപ്പെടുത്തി. ഈ വളപ്പിലേക്ക് കയറാൻ പറ്റാത്ത കൃപയുടെ പെട്ടകത്തിനകത്തേക്ക് ഇല്ലായ്മ കയറാൻ പറ്റത്തില്ലെന്ന് വാദിക്കുന്ന സമൂഹങ്ങൾ പലരും യേശുവയുടെ കാൽവറി കൊലപ്പണത്തിലെ യാതൊരു വിളിച്ചു പറയുന്നു. എന്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കും. എന്റെ രക്തം നിങ്ങളെ കഴുകി നിങ്ങളെ ശുദ്ധിയുള്ളവരാക്കി മാറ്റും. നിങ്ങളുടെ പാപങ്ങൾ എത്ര കഠിനമായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുക. കിട്ടുന്നുണ്ടോ? പൊടി കിട്ടുന്നുണ്ടോ? കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് വാദിക്കുന്ന ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും കീഴിലായിരിക്കുന്നത്. കൃപയുടെ ഉറവിടമായവന്റെ അവന്റെ സുരക്ഷിത വലയത്തിനകത്തായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടു. മരണകരമായ കടന്നു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വലിയൊരു വിടുതൽ. നിനക്കെന്റെ മക്കളെ തൊടാൻ പറ്റത്തില്ല. നല്ലൊരു അപ്പന്റെ ഹൃദയത്തെ അപ്പൻ വെളിപ്പെടുത്തുകയില്ല. നല്ലൊരു അപ്പന്റെ ഹൃദയത്തെ അപ്പൻ വെളിപ്പെടുത്തുകയില്ല. മുടിയനായ പുത്രനെ ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത് നല്ലൊരു അപ്പനെ ഞാൻ വെളിപ്പെടുത്തുകയാണ്. അവരെ അങ്ങുവരെ എത്തിച്ചില്ല. വഴുത്തലയ്ക്ക് തകർത്ത് കളഞ്ഞു. എത്ര പേര് അങ്ങുവരെ എത്തി? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കാപട്യത്തിന്റെ ശാസ്ത്രം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്ന അതിന് വെള്ളത്തെ ശാസ്ത്രങ്ങൾ തിരിച്ചറിയേണ്ടതിന് നല്ലൊരു അപ്പൻ എനിക്കുണ്ട്. നല്ലൊരു അപ്പൻ എനിക്കുണ്ട്. കടന്നുവാ. നീ എത്ര ഭാവിയായിരുന്നാലും, നീ എത്ര തിന്മയായിരുന്നാലും നിന്നെ ഹിമപോലെ കഴുകുവാൻ ശക്തി വിശ്വസിക്കുന്നവരെ ഇപ്പോൾ തന്നെ വ്യാപരിക്കപ്പെടുകയാണ്. വിശ്വസിക്കുന്നവരെ ഇപ്പോൾ തന്നെ വ്യാപരിക്കപ്പെടുകയാണ്. ചില ഭേദൂരങ്ങൾ കേറിയിരിക്കുന്നു. പലതും പറഞ്ഞാൽ തന്നെ കിടക്കും. പക്ഷേ നിനക്ക് നിത്യജീവനം അറിയത്തില്ല. യേശുവിനെ നിത്യജീവൻ അറിയുന്നത് യേശുവിന്റെ കാൽവരി കുലക്കളത്തിൽ നടന്ന മരണയാത്രത്തെ തിരിച്ചറിയാത്തവൻ എവിടെ ഈ നിത്യജീവനെ പറ്റി അറിയാൻ കഴിയുന്നില്ല. പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ തൃത്വത്തിലേക്ക് പറ്റി പറയുമ്പോൾ
അസ്വസ്ഥരാകുന്നു. യേശുവിലൂടെ യേശുവിന്റെ കാണുന്നുവെന്നുള്ള യേശുവിലുള്ള സ്ഥാപിക്കപ്പെട്ട ഉടമ്പടിയെ പറ്റി കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്നവർക്ക് ഒരു മറുപടിയാണ് ഇന്നത്തെ ശുശ്രൂഷ. നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ വിടുതലുണ്ടാകട്ടെ. മോശമാന്തരം യഹൂദരുണ്ടായ ഉടമ്പടിക്കകത്തല്ല നീ നിൽക്കുന്നത്. കേട്ടോ 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 സഭ കേട്ടോ. ലാസ്റ്റ് ബ്രൈഡിനെ വിളിച്ചു പറയാനുള്ള സത്യമില്ല. ലോകത്തോട് വിളിച്ചു പറയാനുള്ള സത്യമില്ല. നീ ആയിരിക്കുന്നത് മോശയ്ക്ക് ഹാലേലൂയ ദൈവം കൊടുത്തു, ആർക്ക് വേണ്ടി കൊടുത്തു? യഹൂദന്മാർക്ക് വേണ്ടി കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഉടമ്പടിക്കകത്തല്ല. ആ ഉടമ്പടിയുടെ നാമത്തിന്റെ മഹത്വത്തിലല്ല നീ ഇരിക്കുന്നത്. പുതിയൊരു ഉടമ്പടി ആത്മവത്തന്മാരുടെയും പാലക്കാടിന്റെയും ഗുരുപ്രാവിന്റെയും രക്തം കൊണ്ടുണ്ടായ ഉടമ്പടിയല്ല, സ്വന്തം രക്തം കൊണ്ട് സ്ഥാപിച്ചെടുത്ത രക്ത ഉടമ്പടിക്കകത്ത് നീ സുരക്ഷിതമായി നിനക്ക് വേണ്ടി അവസാനം രക്തങ്ങളെ ഊറ്റിത്തന്ന യേശുവിന്റെ ഉടമ്പടി കണ്ണുവയ്ക്കാൻ പ്രാർത്ഥിക്കുക. ആ രക്ത ഉടമ്പടിയുടെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. എന്നാ ഉടമ്പടിയുടെ നാമം യേശുവ. എന്റെ അമ്മയുടെ മഹാശക്തി ഓരോ വ്യക്തി ജീവിതത്തിൽ ഇറങ്ങട്ടെ. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, കമന്റുകളിൽ ഇരട്ടയിലെ തത്വജ്ഞാനം തത്വജ്ഞാനമിരുന്ന് മാധ്യമങ്ങളോട് പ്രസ്താവിക്കട്ടെ. എന്നും നോക്കണ്ട. ഹൃദയത്തിന്റെ അകത്തുള്ള എന്നൊരു വിളി ഉയർന്ന നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന സ്നേഹകുതിയനായ ദൂരത്തു നിന്ന് തന്നെ നിന്നെ കണ്ടു. അവൻ ഓടി വന്ന് ചേർത്ത് പിടിച്ച് നിന്നെ ചുംബിച്ചു. ആ സ്നേഹം സകലമേലും വെളിപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്ന സകലമേലും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുന്നതിനും സാക്ഷ്യങ്ങളാൽ പറയുന്നതിനും ഓർത്ത് സ്തോത്രം. എന്റെ കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുക, എനിക്കൊരപ്പനുണ്ട്. എന്റെ യേശു പറഞ്ഞു, എനിക്കൊരപ്പനുണ്ട്. യഹൂദന്മാർ പറഞ്ഞു, നിന്റെ അപ്പനല്ല. നിങ്ങൾക്ക് എന്റെ അപ്പനെ അറിയത്തില്ല. നിങ്ങൾ അറിഞ്ഞു തോന്നുന്നു എന്റെ അപ്പനെ അല്ല. എന്റെ അപ്പൻ കരുണാസമ്പന്നനാണ്. നിങ്ങൾക്ക് എന്റെ അപ്പനെ